ഹായ് ഓൾ, വെൽക്കം ടു ഏസ് യുവർ എക്സാംസ്. സ്പ്രെഡ്ഷീറ്റ് മോഡലിങ്ങിൻ്റെ 2 ടോപ്പിക്ക് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ് ആൻഡ് ഇൻട്രാക്റ്റീവ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സിസ്റ്റം IFPS. IFPSും VBA ഈ 2 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് എന്താണ് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. VBA is a programming language used in Microsoft Excel and other Microsoft Office applications to automate task. Microsoft Excelലും അതുപോലെ തന്നെ മറ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻസിലും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. It helps users perform repetitive tasks automatically using macros and code. മാക്രോസും കോഡും യൂസ് ചെയ്തിട്ട് റിപ്പീറ്റേറ്റീവ് ആയിട്ട്, ദാറ്റ് ഈസ് പലതവണ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട ടാസ്കുകൾ ഈസിലി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് മാക്രോസ് നോക്കാം. എ മാക്രോ ഇൻ എക്സൽ ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റെക്കോർഡഡ് ഓർ റിട്ടൺ ഇൻ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻസ് ടു ഓട്ടോമേറ്റ് റിപ്പീറ്റേറ്റീവ് ടാസ്ക് ആൻഡ് ഇംപ്രൂവ് എഫിഷ്യൻസി. ദാറ്റ് ഈസ് എക്സലിൽ ചെയ്യേണ്ട ചില ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് റെക്കോർഡ് ചെയ്തായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാക്രോസ് എന്ന് പറയുന്നത്. സോ ഈ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻസിലൂടെ എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? ദാറ്റ് ഈസ് ഡാറ്റ വീണ്ടും വീണ്ടും ഫോർമാറ്റ് ചെയ്യാതിരിക്കുക. ദെൻ ഫോർമുലാസ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ സെയിം റിപ്പോർട്ട്സ്, സെയിൽസ് റിപ്പോർട്ടാണ്, എല്ലാ ദിവസവും സെയിൽസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സോ അതിനൊരു ഫോർമാറ്റ് ഓൾറെഡി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമേറ്റഡ് ആയിട്ട് റൺ ചെയ്തോളും. സോ യു ക്യാൻ റെക്കോർഡ് എ മാക്രോ വൺസ് ആൻഡ് റൺ ഇറ്റ് എനി ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാക്രോ യൂസ് ചെയ്യുന്നത്. ഈ മാക്രോ യൂസ് ചെയ്യുന്നത് ഈ വിഷ്വൽ ബേസിക് ഫോർമാറ്റിലാണ് അത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ എ മാക്രോ ഈസ് എ ഷോർട്ട് കട്ട് ദാറ്റ് മേക്സ് എക്സൽ ഡു റിപ്പീറ്റഡ് വർക്ക് ഓട്ടോമാറ്റിക്കലി. റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ മാക്രോ യൂസ് ചെയ്യുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ. ഫസ്റ്റ് വൺ ആണ് ഓട്ടോമേഷൻ ഓഫ് ടാസ്ക്. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ VBA allows users to automate repetitive tasks such as formatting data, calculations and report generation. ഇങ്ങനെ റിപ്പീറ്റായിട്ട് ചെയ്യേണ്ട ഡാറ്റകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യും. Then macro creation. User can record macros and convert them into VBA code to perform tasks automatically. Then custom functions, that is user defined functions. That is എക്സലിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഫംഗ്ഷൻ അല്ലാതെ യൂസേഴ്സിന് തന്നെ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇൻറ്റഗ്രേഷൻ വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ്. സോ VBA ക്യാൻ വർക്ക് വിത്ത് മൾട്ടിപ്പിൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻസ്. എക്സലിൽ മാത്രമല്ല, എക്സൽ പോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിൻ്റ്, ആക്സസ് ഇങ്ങനെയുള്ള വേരിയസ് ആപ്ലിക്കേഷൻസിലും VBA വർക്ക് ചെയ്യും. ദെൻ ഡാറ്റ മാനിപ്പുലേഷൻ. ലാർജ് ഡാറ്റ സെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യാനും സോർട്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. ഓട്ടോമേറ്റഡ് ആയിട്ട് ടാസ്കുകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മാനുവൽ വർക്ക് വളരെ കുറവായിരിക്കും. സോ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് ഇൻക്രീസസ് എഫിഷ്യൻസി. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇൻ്ററാക്റ്റീവ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സിസ്റ്റം മോഡലിംഗ്. ദാറ്റ് ഈസ് IFPS മോഡലിംഗ് എന്ന് പറയും. So interactive financial planning system modeling is a computer-based financial planning tool used to analyze, forecast and stimulate financial decisions of a business. ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ അനലൈസ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇൻറ്ററാക്റ്റീവ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. It allows managers to test different financial scenarios and see their impact on company's performance. സോ ഓരോ ഫിനാൻഷ്യൽ സെനാരിയോസും അനലൈസ് ചെയ്തിട്ട് അത് കമ്പനിയുടെ പെർഫോമൻസിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവ്ലി ആണോ നെഗറ്റീവ്ലി ആണോ അഫക്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ IFPS മോഡലിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രാക്റ്റീവ് ബിക്കോസ് യൂസർ ക്യാൻ ചേഞ്ച് അസംഷൻസ്. ഇതിന് ഇൻട്രാക്റ്റീവ് എന്ന് പറയുന്നത് യൂസേഴ്സിന് അവരുടെ അസംഷൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഇമ്മീഡിയറ്റ്ലി സീ ദ റിസൾട്ട്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സച്ച് ആസ് പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ ഓർ ബാലൻസ് ഷീറ്റ്. ഈ രീതിയിൽ അവർക്ക് റിസൾട്ട് ഈസിലി കിട്ടും. ദെൻ ഫീച്ചേഴ്സ് ഓഫ് IFPS മോഡലിംഗ്. ഒന്ന് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആണ്. ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പെർഫോമൻസസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ സെനാരിയോ അനാലിസിസ്. ദാറ്റ് ഈസ് വാട്ട് ഇഫ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, വാട്ട് ഇഫ് നമ്മുടെ സെയിൽസ് ഇത്ര കൂട്ടിയാൽ എന്തായിരിക്കും പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വാട്ട് ഇഫ് അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ബഡ്ജറ്റ് പ്ലാനിങ്. ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ് ഒക്കെ പ്ലാൻ ചെയ്യാൻ.
ദെൻ ഡിസിഷൻ സപ്പോർട്ട്, അസിസ്റ്റ് മാനേജേഴ്സ് ഇൻ ചൂസിങ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. ബിസിനസ്സിലെ ബെസ്റ്റ് സ്ട്രാറ്റജി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ഇൻട്രാക്റ്റീവ് അനാലിസിസ്, യൂസേഴ്സ് ക്യാൻ മോഡിഫൈ ഇൻപുട്സ് ആൻഡ് ഇൻസ്റ്റൻ്റ്ലി സീ റിസൾട്ട്സ്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ IFPS യൂസ്ഫുള്ളാണ്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻസും ഇൻട്രാക്റ്റീവ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സിസ്റ്റം മോഡലിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഈ രണ്ട് ടോപ്പിക്കും ജസ്റ്റ് തിയറി മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഏകദേശം സെക്കൻഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി തേർഡ് മോഡ്യൂൾ വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്